ഷിയാദിൻ്റെ ഉപ്പയാണ്, ഇത് ഷിയാദിൻ്റെ ഉമ്മയാണ്. എൻ്റെ പേര് അബ്ദുൾ റഹ്മാൻ. ഞാനൊരു സ്കൂളിൽ പ്രിൻസിപ്പാളായിട്ട് വർക്ക് ചെയ്യുന്നു. ഭാര്യ ഹൗസ് വൈഫാണ്. ഇപ്പോൾ മോനെ വേങ്ങാട് EK നായനാർ ഹയർ സെക്കൻഡറി സ്കൂള്, അതെനിക്ക് പറയാനുള്ളത്, ഒരു സർക്കാർ സ്കൂളാണ്. ഇപ്പോൾ കുട്ടികൾ എവിടെ പഠിക്കുന്നു എന്നുള്ളതല്ല, കുട്ടികളുടെ പഠിപ്പിനപ്പുറത്തേക്ക് എനിക്ക് നിങ്ങളോട് പറയാനുള്ളതാണ്. പഠിപ്പിനപ്പുറത്തേക്ക് എല്ലാ കുട്ടികൾക്കും ഒരു കഴിവും ശേഷിയും ഉണ്ടാവും. അത് കണ്ടെത്തുക എന്നുള്ളത് അധ്യാപകരുടെയും രക്ഷിതാക്കളുടെയും ഒരു ബാധ്യതയായി കാണണം, ഒരു ഉത്തരവാദിത്തമായി കാണണം. അത് കണ്ടെത്തിയിട്ട് അത് മറ്റൊരു ഭാഗത്തുനിന്ന് പഠിപ്പായിട്ട് പോവുക, മറ്റൊരു ഭാഗത്തുനിന്ന് നമ്മളത് പരിപോഷിപ്പിക്കണം. അത് പാട്ട് പാടാനാണെങ്കിൽ അങ്ങനെ, ഈ മോനെ പോലെ എഴുതാനാണെങ്കിൽ അങ്ങനെ, കഥയും കവിതയും നോവലൊക്കെ എഴുതുന്ന കുട്ടികളുണ്ടാവും. അതുപോലെ നേരത്തെ ഈ മോള് പറഞ്ഞതുപോലെയുള്ള അങ്ങനെയാണെങ്കിൽ അങ്ങനെ, ഇവരൊക്കെ വിവിധ, ഒരാൾ ടെക്നോളജി ആണെങ്കിൽ ഒരാൾ എഴുത്താണ്. പിന്നെ ഇതിനെക്കുറിച്ച് എനിക്ക് കൂടുതൽ വിവരമില്ലാത്തതുകൊണ്ട് ഞാൻ അതിനെക്കുറിച്ച് പറയുന്നില്ല. ഇങ്ങനെ എന്തെങ്കിലും ഒരു കഴിവും ശേഷിയും കുട്ടിക്കുണ്ടാവും. നമ്മൾ കുട്ടികളുടെ മാർക്ക് നോക്കിയിട്ട് അവരെ വിലയിരുത്തുന്ന ഒരു സ്വഭാവം മാറ്റുക. ഞാനൊരു സ്കൂൾ അധ്യാപകനാണ്. എനിക്ക് ഭയങ്കര സങ്കടമുള്ള ഒരു കാര്യം, ഞാനിപ്പം പാപ്പിനിശ്ശേരി ഹിദായത്ത് ഹയർ സെക്കൻഡറി സ്കൂളിൽ പ്രിൻസിപ്പാളായിട്ട് വർക്ക് ചെയ്യുകയാണ്. ഒരു അധ്യാപകൻ എന്ന നിലയിൽ എനിക്ക് ഏറ്റവും സങ്കടമുള്ള ഒരു കാര്യം ഞാൻ പറയട്ടെ, അനുഭവം. ഒരു വീട്ടിൽ സ്വാഭാവികമായിട്ടും 2-3 കുട്ടികളുണ്ടാവും, അതിൽ കൂടുതലും ഉണ്ടാവും. അപ്പോൾ ഗൾഫിൽ നിന്ന് ഒരു പേന കൊണ്ടുവന്നു കഴിഞ്ഞാൽ കുട്ടിയുടെ മുഖത്ത് നോക്കിയിട്ട് പറയും, ഇവളല്ലേ പഠിക്കുന്നത്, ഇത് അവൾക്ക് കൊടുക്കാൻ നിനക്കില്ലാന്ന്. അപ്പം അവിടെ കുട്ടികളെ ഡിസ്ക്രിമിനേറ്റ് ചെയ്യുന്ന ഒരു സ്വഭാവം രക്ഷിതാക്കൾ മാറ്റുക. ആ കുട്ടിക്ക് പരീക്ഷയ്ക്ക് മാർക്ക് വാങ്ങാനാണ് കഴിവ് എങ്കിൽ ഈ കുട്ടിക്ക് വേറെന്തെങ്കിലും കഴിവുണ്ടാവും. നിങ്ങളത് കണ്ടെത്താൻ ശ്രമിച്ചിട്ടില്ല. പഠിപ്പിക്കുന്ന ടീച്ചേഴ്സിനോടും അവിടുത്തെ അധ്യാപകരോടും അത് അന്വേഷിക്കാൻ നിങ്ങൾ ശ്രമിച്ചിട്ടില്ല. അത് അന്വേഷിച്ച് കണ്ടെത്തിയാൽ തന്നെ ഏതെങ്കിലും ഒരു കലോത്സവത്തിന് പാട്ട് പാടിയാൽ തൊട്ടടുത്ത പാട്ട് അടുത്ത കലോത്സവത്തിനേ പാടുള്ളൂ. അത് പരിപോഷിപ്പിക്കാനോ അതിന് കുട്ടിനെ എവിടെ ചേർക്കണം, ഏത് രീതിയിൽ ആ കുട്ടിക്ക് കോച്ചിങ് കൊടുക്കണം എന്നുള്ളതിനെ കുറിച്ച് നമ്മൾ പരിശ്രമിച്ചിട്ടില്ല, ചിന്തിച്ചിട്ടില്ല, ആലോചിച്ചിട്ടില്ല. താങ്ക് യു. എന്തായാലും സാറ് പ്രിൻസിപ്പളായ കുട്ടികൾ എന്തായാലും ഭാഗ്യവന്മാരാണ് ആ സ്കൂളിലെ. താങ്ക് യു സോ മച്ച്. യെസ്, നമ്മൾ സെഷൻ വൈൻഡ് അപ്പ് ചെയ്യാണ്. എന്തെങ്കിലും സന്ദേശം പറയാനുണ്ടോ? മോളതിനിങ്ങനെ എല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഫോർമാലിറ്റീസ് ഒക്കെ പറഞ്ഞു കഴിഞ്ഞല്ലോ, എന്തൊക്കെ പ്രൊസീജിയേഴ്സ് മോളിവിടെ ഉണ്ടാവും. കുറച്ചു നേരം ആർക്കെങ്കിലും വേണമെങ്കിൽ മോളെ കാണാവുന്നതാണ്.